ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. സോ ദിസ് ഈസ് ജിയോടെക്. നമ്മൾ ജിയോടെക്കാണ് നോക്കാൻ പോകുന്നത്. ജിയോടെക്കത്തെ ഒറിജിൻ ഓഫ് സോയിലാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ സോയിൽ മെക്കാനിക്സ്, നമ്മൾ ജിയോടെക്കിന് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളത് വന്നിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഒന്ന് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് സോയിൽ മെക്കാനിക്സ് എന്ന് പറയണത്, ഒന്ന് വന്നിട്ട് ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടായിട്ട് നമ്മൾ ജിയോടെക്കിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്തു, ഈ സോയിൽ വന്നിട്ട് ഇത് ഞാൻ എന്ത് ചെയ്തു, ഒരു സോയിൽ വന്നിട്ട് ഞാൻ എടുത്തു. സോയിൽ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ കാണുന്ന ഒരു അഗ്രികൾച്ചറിസ്റ്റിൻ്റെ അടുത്ത്, നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള ഒരു അഗ്രികൾച്ചറിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അപ്പോൾ അയാൾ എന്ത് പറയുന്നത് വെച്ചാൽ സോയിൽ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ഓർഗാനിക് മാറ്ററാണ്. അയാളുടെ പ്ലാന്റിൻ്റെ ഗ്രോത്തിനെയൊക്കെ പ്ലാന്റിൻ്റെ ലൈഫിനെയൊക്കെ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗാനിക് മാറ്ററാണെന്ന് പറഞ്ഞിട്ട് അയാൾ പറയും. അത് കഴിഞ്ഞിട്ട് ഒരു ജിയോളജിസ്റ്റ് ഉണ്ട്. അപ്പോൾ ജിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു. അപ്പോൾ ജിയോളജിസ്റ്റ് എന്ത് പറയുന്നത് വെച്ചാൽ സോയിലൊന്നുമില്ല, സോയിലെന്ന് പറയണത് ഈ എർത്തത്തെ റോക്കൊക്കെ ഡിസിൻറ്റഗ്രേറ്റ് ആയിട്ട്, എർത്ത് ക്രസ്റ്റ് ഉണ്ടാകുമല്ലോ, ഈ എർത്ത് ക്രസ്റ്റത്തെ റോക്സൊക്കെ ഡിസിൻറ്റഗ്രേറ്റ് ആയിട്ട് അതെന്ത് ചെയ്യുന്നു, അവിടെ എന്നിട്ട് ഒറിജിനിൽ പ്ലേസ് ചെയ്യുന്നതിനെയാണ് സോയിൽ എന്ന് പറഞ്ഞിട്ട് അതൊരു ഇനോർഗാനിക് മാറ്ററാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അപ്പോൾ നമ്മളൊക്കെ സിവിൽ എഞ്ചിനീയേഴ്സ് അല്ലേ, അപ്പോൾ ഞങ്ങൾ ഡയറക്റ്റായിട്ട് സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ചോദിച്ചു കളയാമെന്ന് പറഞ്ഞിട്ട് ഒരു സിവിൽ എഞ്ചിനീയറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു. അപ്പോൾ സിവിൽ എഞ്ചിനീയർ എന്ത് പറയുന്നത് വെച്ചാൽ സോയിൽ എന്ന് പറയുന്നത് ഒരു ലൂസ് ആയിട്ടുള്ള, അതേപോലെ തന്നെ അൺകൺസോൾഡേറ്റഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതെങ്ങനെ ഫോം ചെയ്തു എന്ന് വെച്ചാൽ വെതറിങ് കാരണം, റോക്സിൻ്റെയൊക്കെ വെതറിങ് കാരണം വന്നിട്ട് ഫോം ചെയ്യുന്ന ഒരു അൺകൺസോൾഡേറ്റഡ് അല്ലെങ്കിൽ ലൂസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അവർ പറഞ്ഞു ഇത് വന്നിട്ട് ഓർഗാനിക് മാറ്റർ ഡീകമ്പോസിഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദിസ് റോക്സ്, ഇതൊക്കെ കാരണം ഉണ്ടാകുന്ന ഒരു ലൂസായിട്ടുള്ള അൺകൺസോൾഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലിനെയാണ് സോയിൽ എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ഫൗണ്ടേഷൻ വന്നിട്ട് കൺസ്ട്രക്ട് ചെയ്യണം ഇങ്ങനത്തെ ഒരു സോയിലെന്ന് സിവിൽ എഞ്ചിനീയറും പറഞ്ഞു. അപ്പോൾ അഗ്രികൾച്ചറിസ്റ്റ് എന്ത് പറഞ്ഞു, ഇതൊരു ഓർഗാനിക് മാറ്ററാണ് പറഞ്ഞു. അതേപോലെ തന്നെ ജിയോളജിസ്റ്റ് എന്ത് പറഞ്ഞു, അല്ല ഇതൊരു ഇൻഓർഗാനിക് മാറ്ററാണ് പറഞ്ഞു. അപ്പോൾ നമ്മൾ സിവിൽ എഞ്ചിനീയർ ഇങ്ങനെയും പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു, ഈ കോൺക്രീറ്റും സ്റ്റീലൊക്കെ ഉണ്ടല്ലോ, ഈ കോൺക്രീറ്റും സ്റ്റീലൊക്കെ പോലെ തന്നെ സോയിൽ എന്ന് പറയുന്നത് ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അല്ല. അപ്പോൾ കോൺക്രീറ്റ് അതായത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ അതിന് കുറേ ഗ്രേഡൊക്കെ ഉണ്ടാകുമല്ലോ, M25, M30, M50 അങ്ങനെ കുറേ ഗ്രേഡൊക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ സ്റ്റീൽ ഉണ്ടല്ലോ, സ്റ്റീലിലും FE415 അങ്ങനെ കുറേ ഗ്രേഡൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഗ്രേഡൊക്കെ നമുക്ക് വേൾഡിൽ എവിടെ നോക്കിയാലും ഇതേ ഗ്രേഡ് തന്നെ കാണാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഞാനെന്ത് ചെയ്തു, അപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഗ്രേഡ് ഓഫ് ദ സ്റ്റീലിൽ ഇത്ര ഗ്രേഡിൽ എനിക്ക് സ്റ്റീൽ വേണം, അപ്പോൾ FE415 വേണമെന്ന് പറഞ്ഞാൽ അവരെന്ത് തരും, അവർ അതേ സ്റ്റീൽ തന്നെ തരാം. സെയിം തന്നെ കോൺക്രീറ്റിൻ്റെ കാര്യത്തിലും. പക്ഷേ ഇതേ കേസല്ല നമ്മുടെ സോയിലിൻ്റെ കേസിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കേരളയിൽ തന്നെ പാലക്കാടുള്ളത് വേറെ ഒരു തരത്തിലുള്ള സോയിലായിരിക്കാം, ഇത് വന്നിട്ട് തൃശ്ശൂരിലുള്ളത് വേറെ തരത്തിലുള്ള സോയിലായിരിക്കാം. അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റ് മാറും തോറും വന്നിട്ട് എന്ത് ചെയ്യുന്നു, സോയിലിൻ്റെ വ്യത്യാസം വരണം. ചിലത് വന്നിട്ട് സോയിൽ ലൂസായിട്ടുള്ള സോയിലായിരിക്കാം, ചിലത് വന്നിട്ട് കുറച്ച് കോമ്പാക്ട് ചെയ്തിട്ടുള്ള സോയിലായിരിക്കാം, ചിലതിൽ വന്നിട്ട് വാട്ടർ ഉണ്ടാകും സോയിലിൽ. അങ്ങനെ പലതരത്തിലുള്ള സോയിൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ നമ്മൾ സോയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇൻറ്റഗ്രേറ്റഡ് പ്രോപ്പർട്ടി അല്ല കോൺക്രീറ്റും സ്റ്റീലിനെ പോലെ. ഓക്കെ അല്ലേ. അപ്പോൾ സോയിലിന് യൂണിക്കായിട്ടുള്ള അതിന് മാത്രമായിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ അത് വന്നിട്ട് മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ സോയിൽ വന്നിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഈ സോയിൽ എന്ന് പറയണത് എന്ത് ചെയ്തു, സോയിലിൽ വോയിഡ്സ്, ഇതാണ് ഇപ്പോൾ ഒരു സോയിൽ എന്ന് വെച്ചോളൂ. അപ്പോൾ ഈ സോയിലിൽ ഞാനൊരു സോയിൽ എടുത്തു. അപ്പോൾ ഇങ്ങനെ അതിൽ കുറേ വോയിഡ്സ് ഒക്കെ ഉണ്ടാകും. ഈ വോയിഡ്സിന് നടുവിൽ നമുക്ക് വാട്ടർ ഉണ്ടാകാം, ഇവിടെ വന്നിട്ട് എയർ ഉണ്ടാകാം, എന്തൊക്കെ വേണമെങ്കിലും അതിലുണ്ടാകാം. അപ്പോൾ വന്നിട്ട് ഏതൊരു എലമെൻ്റ് എടുത്താലും നമ്മളത് നമ്മുടെ കയ്യിലെടുത്തപ്പോൾ അത് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ കുറച്ച് മണ്ണെടുത്തിട്ട് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിക്കുന്നു. വെള്ളം ഒഴിക്കുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് അത് പോകും.
അതെ, അതാണ് അതിൽ പറയണത്. അപ്പോൾ ചില സമയം വന്നിട്ട് നമ്മൾ മഴയൊക്കെ നനഞ്ഞു അല്ലേ, നല്ല മഴയായിരുന്നു. അപ്പോൾ ചില സമയമൊക്കെ നല്ല മഴയിൽ നമ്മൾ എന്ത് ചെയ്തു, സോയിലിൽ പോയിട്ട് കുറച്ച് സോയിൽ എടുത്തു. അപ്പോൾ സോയിൽ ഒരു തരത്തിലായിരിക്കും, പക്ഷെ ചില സമയം നല്ല വെയിലത്ത് പോയിട്ട് നമ്മൾ സോയിൽ എടുത്തു, അപ്പോൾ അത് വേറൊരു തരത്തിലായിരിക്കും അല്ലേ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോയിൽ വന്നിട്ട് ഓരോ പ്രോപ്പർട്ടി അനുസരിച്ചും ഡിഫറെൻ്റ് ആയിട്ട് സോയിലിന് വന്നിട്ട് പ്രോപ്പർട്ടി ഉണ്ടാകും. നെക്സ്റ്റ്, അപ്പോൾ ഈ നമ്മൾ റെയിനി സീസണിൽ വന്നിട്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, റെയിനി സീസണിൽ വന്നിട്ട് ഈ വോയിഡ്സ് ഒക്കെ വന്നിട്ട് എന്തായിരിക്കും, വാട്ടറിൽ ഫിൽ ചെയ്തിട്ടായിരിക്കും ഉണ്ടാകുക. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും, അതൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇവോപ്പറേറ്റ് ചെയ്തിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഈ എൻ്റെ ലൈഫ് ടൈമിലും ഈ സോയിൽ വന്നിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ സോയിൽ പാർട്ടിക്കിൾസ് വന്നിട്ടുണ്ടല്ലോ, ഈ സോയിൽ പാർട്ടിക്കിൾസ് എന്ന് പറയണത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യണതെന്ന് വെച്ചാൽ, സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും, അതേപോലെ തന്നെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ദിസ് ഈസ് മോയ്സ്ചർ അതായത് വാട്ടർ, അതിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ വന്നിട്ട് ദിസ് ഈസ് നമ്മൾ ലാസ്റ്റ് ഷിയർ സ്ട്രെസ് ഒക്കെ പഠിക്കുമല്ലോ, അതുപോലെ സ്ട്രെസ്സിനെയും അത് വന്നിട്ട് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ സോയിൽ പാർട്ടിക്കിൾസ് വന്നിട്ട് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സോയിൽ പാർട്ടിക്കിൾസ് വന്നിട്ട് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ചിലതിൽ വന്നിട്ട് മോയ്സ്ചർ എന്ന് പറയുന്നത് മോയ്സ്ചർ കണ്ടൻറ്റ്. അപ്പോൾ സോയിലിന് വന്നിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ് സോയിലിൽ വന്നിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ചെയ്തു, സോയിൽ മെക്കാനിക്സ് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ സോയിൽ മെക്കാനിക്സിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ സോയിൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്, സാധാരണ നമ്മളൊരു മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മെക്കാനിക്സ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ഓഫ് ദ ഫോഴ്സ്, നമ്മൾ ഒരു പർട്ടിക്കുലർ ഫോഴ്സ് വന്നിട്ട് ഇങ്ങനെ ആക്ട് ചെയ്തു, അപ്പോൾ ഈ ഫോഴ്സിൻ്റെ ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഒരു സോയിൽ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ഡീൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ ഫോഴ്സ് തന്നെ, ഇതേ മെക്കാനിക്സ് വന്നിട്ട്, അതായത് അതേ ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് വന്നിട്ട് സോളിഡിലേക്ക് ആക്ട് ചെയ്യുകയും, അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ വാട്ടറിൻ്റെ ഈ വോയിഡ്സിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ സോയിൽ മെക്കാനിക്സ് എന്ന് പറയാം. ഓക്കെ അല്ലേ. അടുത്തത്, ഇപ്പം നമ്മൾ ഏതൊരു സ്ട്രക്ചർ എടുത്താലും, ഇപ്പം നമ്മൾ വലിയൊരു ബിൽഡിംഗ് എടുത്തു, ആ വലിയൊരു ബിൽഡിംഗ് ആണെങ്കിൽ പോലും, അതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ, ഒരു കുറേ മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള ബിൽഡിംഗ് എടുത്തു. അപ്പോൾ ഇത് വന്നിട്ട് ഗ്രൗണ്ട് ലെവലിൻ്റെ അപ്പോൾ നമ്മളിവിടെ റാഫ്റ്റ് ഫൗണ്ടേഷൻ വന്നിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, കാരണം ഗ്രൗണ്ട് ലെവലിൻ്റെ താഴെ വന്നിട്ട് ബേസ് ഫ്ലോസ് ഉള്ളതുകൊണ്ട് റാഫ്റ്റ് ഫൗണ്ടേഷനൊക്കെ നമ്മളിപ്പോൾ അടുത്ത ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ പഠിച്ച് വരും. അപ്പോൾ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ റാഫ്റ്റ്, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സാധാരണ നമ്മുടെ സാധാരണ ഒരു വീട്, ഇതല്ല, കുറച്ച് നല്ലൊരു വലിയ വീട്. അപ്പോൾ ഇതിലെന്ത് ചെയ്യും, നമ്മൾ ആദ്യം വന്നിട്ട് ഫൗണ്ടേഷനല്ലേ ഇടുക. അപ്പോൾ ഏതൊരു സ്ട്രക്ചർ എടുത്താലും നമുക്ക് എന്ത് വേണം, ഈ ഫൗണ്ടേഷൻ എന്ന് പറയണത് വേണം. അപ്പോൾ ഏതൊരു സ്ട്രക്ചർ എടുത്താലും ശരി, ഏതൊരു സ്ട്രക്ചറിനും വന്നിട്ട് ഫൗണ്ടേഷൻ വന്നിട്ട് വേണം. അടുത്തത് എന്ത് ചെയ്തു, നമ്മൾ സോയിൽ മാസിലേക്ക്, അപ്പോൾ നമ്മൾ ഒരു സോയിൽ മാസ് വന്നിട്ടുണ്ടാകും. അപ്പോൾ സോയിൽ മാസിൽ നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ലെവൽ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിവിടെ വന്നിട്ട് ഞാൻ ക്യൂ എന്ന് പറഞ്ഞിട്ട് ലോഡ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതാണ് കേട്ടോ ഫൂട്ടിങ്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ലോഡ് വന്നിട്ട് ക്യൂ ആയിട്ടുള്ള ലോഡ് വന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ലോഡ് വന്നിട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഏതൊരു ലോഡാണെങ്കിലും ആ ലോഡ് വന്നിട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അത് വന്നിട്ട് സോയിലേക്കാണല്ലോ ട്രാൻസ്ഫർ ചെയ്യണത്. ഓക്കെ, അപ്പോൾ സോയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ആ ലോഡ് താഴേക്ക് പോയിട്ട് എന്നിട്ട് എന്തുണ്ടാകും, ദിസ് ഈസ് സോയിൽ. ഇതിനെയാണ് നമ്മൾ ഇപ്പോൾ ഈ സോയിൽ വന്നിട്ട് എന്തുണ്ടോ ചെയ്യും, ഈ ലോഡ് വന്നിട്ട് കംപ്രസീവ് ലോഡല്ല. അപ്പോൾ ഈ കംപ്രസീവ് ലോഡ് ഇവിടേക്ക് ആക്ട് ചെയ്ത് സോയിൽ വിൽ അണ്ടർഗോ സെറ്റിൽമെൻറ്റ് വന്നിട്ട് അണ്ടർഗോ ചെയ്യും. ഓക്കെ, അടുത്തത് ഈ ലോഡ് വന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ, എവിടെ അപ്ലൈ ചെയ്യണത്, സോയിലിൻ്റെ സോളിഡ്സിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മൾ ഇറിഗേഷനിൽ ഈ ഗ്രാവിറ്റി ഡാമിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഈ ഗ്രാവിറ്റി ഡാമിൽ വന്നിട്ട്
ഓക്കെ. അപ്പോൾ ഈ നമ്മളൊരു ഡാം വന്നിട്ട് കൺസിഡർ ചെയ്തു. ഒരു ഡാം കൺസിഡർ ചെയ്തപ്പോൾ അത് വന്നിട്ട് എന്തുകൊണ്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്? കോൺക്രീറ്റ് കൊണ്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോൺക്രീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇംപെർവിയബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഈ ഡൗൺ സ്ട്രീമിലാണ് ആ ഡൗൺ സ്ട്രീം ടെയിലാണ് വാട്ടർ വന്നിട്ട് പാസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഡൗൺ സ്ട്രീം. ഓക്കെ, ഈ സൈഡ് വന്നിട്ട് അപ്പ് സ്ട്രീം. ഓക്കെ. അപ്പോൾ കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഇംപെർമിയബിൾ ആയിട്ടുള്ള ലെയർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? അപ്പോൾ നമുക്ക് ഗേറ്റ് വന്നിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ വന്നിട്ട് ഈ വാട്ടറിൻ്റെ ഫ്ലോ എന്ന് പറയണത്, അപ്പോൾ ഫ്ലോ വന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് വന്നിട്ട് ഈ ടെയിൽ വാട്ടറിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഓൺലി അതിൽ വന്നിട്ട് പെർമിയബിലിറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് സോയിലിലേക്ക് പോകുമ്പോൾ മാത്രമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഫ്ലോ ടേക്ക് പ്ലേസ് ഫ്രം ദിസ് ഹയർ എനർജി ലെവൽ ടു ദിസ് ലോവർ എനർജി ലെവൽ. സോ ദ ഫ്ലോ പാസസ് ത്രൂ ദ സോയിൽ മാസ്. അപ്പോൾ ഫ്ലോ വന്നിട്ട് സാധാരണ ഈ ഗ്രാവിറ്റി ഡാം, എന്താണ് ഡാം? അപ്പോൾ ഇത് കോൺക്രീറ്റ് കൊണ്ടല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ വെള്ളം ഇത് കൂടെ ഇങ്ങനെ വെള്ളം വന്നിട്ട് പോകുമ്പോൾ ഇത് കൂടെ പോകാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻപെർമിയബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെയൊക്കെ നമുക്ക് സോയിലാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? ഇതിങ്ങനെ ഒഴുകി 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 സോയിലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും. ഇറ്റ് വിൽ ഫ്ലോ ഫ്രം ദിസ് ഹയർ എനർജി ലെവൽ, ദാറ്റ് ഈസ് അപ് സ്ട്രീം, ടു ദിസ് ലോവർ എനർജി ലെവൽ ഡൗൺ സ്ട്രീം. അപ്പോൾ ഇതിങ്ങനെ ഒഴുകി 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 മുകളിലേക്കെത്തും. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വന്നിട്ട് അപ്പോൾ ഇങ്ങനെയാണ് വാട്ടർ വന്നിട്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വന്നിട്ട് അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ ഇതേ സംഭവമാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വെച്ചാൽ സീപ്പേജ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ അപ്കമിങ് ചാപ്റ്റേഴ്സിൽ പഠിക്കും എന്താണ് സീപ്പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയാണ് എന്ത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഈ സീപ്പേജ് എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി നമ്മൾ എന്താണെന്ന് പഠിക്കുക കേട്ടോ. സീപ്പേജ് എന്ന് പറയുന്നത്, അപ്പോൾ സീപ്പേജ് എന്ന് പറഞ്ഞ ഈ പ്രോപ്പർട്ടിയാണ് സോയിലിന് വന്നിട്ട് ഇത് കൂടെ പാസ് ചെയ്യാൻ വേണ്ടി അലോ ചെയ്യിപ്പിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്തു? നമുക്ക് ഗ്രാവലിനെ വന്നിട്ട് കൂടുതൽ സീപ്പേജ് ഉണ്ടെന്ന് പറയാം. കാരണം അത് വന്നിട്ട് കൂടുതൽ വാട്ടർ വന്നിട്ട് എടുക്കുന്നു. ഓക്കെ, നമ്മൾ വന്നിട്ട് നമ്മളതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അതിൽ നിറയെ വെള്ളം എടുത്തു, അല്ലെങ്കിൽ നിറയെ വെള്ളം വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ പറയുന്നത് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് സീപ്പേജ്? സീപ്പേജ് എന്ന് പറയുന്നത്, ഇതൊക്കെ നമ്മൾ സീപ്പേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്. ജസ്റ്റ് എന്താണ്, ഇതൊരു ഇൻട്രഡക്ഷൻ പോലെയാണ്. അപ്പോൾ ദിസ് ഈസ് നത്തിങ് ബട്ട് ദിസ് ഫ്ലോ ഓഫ് ദിസ് വാട്ടർ ത്രൂ ദ സോയിൽ. അപ്പോൾ സോയിലിൽ ഉണ്ടാകുന്ന ഫ്ലോ ഓഫ് ദിസ് വാട്ടറിനെയാണ് നമ്മുടെ സീപ്പേജ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് ചെയ്യുന്നു, ഇതേ സോയിൽ നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഇതേ ആപ്ലിക്കേഷൻ ഉണ്ടാകും. ഓക്കെ, നമുക്ക് അതൊന്നും കൂടുതലായിട്ട് പോകണ്ട. അപ്പോൾ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു എൻജിനീയറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു. ഓക്കെ, അപ്പോൾ എൻജിനീയറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാനൊരു സിവിൽ എൻജിനീയർ, നിങ്ങളുടെ അടുത്ത് തന്നെ ഞാൻ ചോദിക്കുക ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, നിങ്ങൾ എന്താ ഈ സീപ്പേജ് എന്ന് പറയണത് അഡ്വാൻറ്റേജ് ആണോ അതോ ഡിസഡ്വാൻറ്റേജ് ആണോ? നമുക്ക് ഒരു എൻജിനീയറിന് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ? അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അത് അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ? അത് വന്നിട്ട് ഡിസഡ്വാൻറ്റേജ് ആണെങ്കിൽ ഫെയിലിയർ ഉണ്ടാകും. അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന സീപ്പേജ് ഫെയിലിയറൊക്കെ കുറേ നമ്മൾ പഠിക്കും. അപ്പോൾ എൻജിനീയർ വന്നിട്ട് ഇങ്ങനെ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ നമ്മളതിൽ വന്നിട്ട് പ്രിവെൻറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ പ്രിവെൻറ്റ് ചെയ്യുമ്പോൾ സോയിൽ വന്നിട്ട് കംപ്രഷൻ അണ്ടർഗോ ചെയ്ത് സെറ്റിൽമെൻറ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലമൊക്കെ എന്നിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സോയിൽ മെക്കാനിക്സിനെ കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് വാട്ട് ഈസ് ഇപ്പോൾ കാൾ ടെർസാഗി. സോ കാൾ ടെർസാഗിയാണ് സോയിൽ മെക്കാനിക്സിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അറിവ് പകർന്നു തന്നത്. സോ ഹീ ഈസ് നോൺ ആസ് വാട്ട്? ഫാദർ ഓഫ് ദ സോയിൽ മെക്കാനിക്സ്. അപ്പോൾ ഫസ്റ്റ് ബുക്ക് വന്നിട്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്തു 1910 ഓർ 1920, കറക്റ്റ് ഡേറ്റ് ഞാൻ ഓർക്കുന്നത് 1920 തോന്നുന്നു. സോ 1920 വന്നിട്ട് കാൾ ടെർസാഗി വന്നിട്ട് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഈ ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് നമ്മൾ ആലോചിക്കും, വാട്ട് ഈസ് ദിസ് ഈസ് ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ്? ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അപ്ലിക്കേഷൻ ഓഫ് ദ സോയിൽ മെക്കാനിക്സിൻ്റെ നമ്മൾ അപ്ലിക്കേഷനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ്, അതിൻ്റെ ഡിസൈന് അതിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇൻട്രഡക്ഷൻ ആണ് സോയിൽ മെക്കാനിക്സിൻ്റെ ഒരു നമുക്ക് ജസ്റ്റ് ഇൻട്രഡക്ഷൻ ആണ്. എന്താണ് സോയിൽ, അപ്പോൾ അങ്ങനെ ജസ്റ്റ് നമ്മൾ പഠിച്ചിട്ട് പോകുന്നൊരു ഇൻട്രഡക്ഷൻ ആണ്.
അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ മുതൽ നമുക്ക് സോയിൽ എങ്ങനെ ഒറിജിൻ ഓഫ് ദ സോയിൽ, ടൈപ്സ് ഓഫ് ദ സോയിൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ മുതൽ ഒറിജിൻ ഓഫ് സോയിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.